മണ്ണിന് ബലമില്ലെന്ന് കണ്ടെത്തിയതോടെ നിർത്തിവെച്ച ദേശീയപാതയിലെ ആമ്പല്ലൂർ അടിപ്പാതയുടെ നിർമ്മാണം പുനരാരംഭിച്ചു. ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടൻസി വിഭാഗം അംഗീകരിച്ച പുതിയ രൂപരേഖ അനുസരിച്ച് അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങി. നിർമ്മാണ ചുമതലയുള്ള സേലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാർ കമ്പനിയാണ് പുതിയ രൂപരേഖ തയ്യാറാക്കിയത്. നവീകരിച്ച രൂപരേഖ പ്രകാരം ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് ആണ് ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചത്. നേരത്തെ പില്ലറിനായി ആഴത്തിൽ കുഴിച്ചിരുന്ന കുഴികൾ മൂടിയിരുന്നു. ഇവ വീണ്ടും തുറന്ന് ആഴം കുറച്ച് ബോക്സ് ടൈപ്പ് അടിപ്പാതയുടെ അടിത്തറ കോൺക്രീറ്റ് ഇടൽ വ്യാഴാഴ്ച പൂർത്തിയായി. 20 മീറ്റർ വീതിയും 5.5 മീറ്റർ ഉയരവുമുള്ള അടിപ്പാതയുടെ ഘടനയിൽ മാറ്റമില്ല. നേരത്തെ നിശ്ചയിച്ച ഇൻഡിവിജ്വൽ പുട്ടിംഗ് ടൈപ്പ് അണ്ടർ പാസേജിന്റെ രൂപരേഖ മാറ്റിയാണ് ബോക്സ് ടൈപ്പ് ആക്കിയത്. നേരത്തെ 4 കൂറ്റൻ പില്ലറുകളിൽ വെഹിക്കുലർ അണ്ടർ പാസേജ് ആയിട്ടാണ് അടിപ്പാത പണി ആരംഭിച്ചത്. എന്നാൽ 15 അടിയിലേറെ താഴ്ചയിൽ കുഴിയെടുത്ത ശേഷം മണ്ണിന്റെ ബലക്കുറവ് കണ്ടെത്തിയതോടെ കുഴിച്ച കുഴികൾ മൂടുകയും അടിപ്പാതയുടെ പ്രധാന പില്ലറുകളുടെ പണി നിർത്തുകയുമായിരുന്നു. ഘടനയിലും രൂപരേഖയും മാറ്റം വരുത്തുന്നത് കരാർ കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്നും രൂപരേഖ അംഗീകരിക്കുക മാത്രമാണ് NHAIയുടെ ചുമതല എന്നും പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ പറഞ്ഞു. മുന്നൊരുക്കങ്ങൾ നടത്താതെ അറിയിച്ചിരുന്നതിനേക്കാൾ നേരത്തെയാണ് ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ പണി തുടങ്ങിയത്. എന്നാൽ 2 മാസം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. സർവീസ് റോഡ് ഭാഗികമായി നന്നാക്കിയതിനാൽ ഗതാഗതക്കുരുക്ക് നിയന്ത്രണം വിധേയമാണ്. നീർത്തടങ്ങൾ ഏറെയുള്ള പ്രദേശത്ത് മണ്ണ് പരിശോധന നടത്താതെ പില്ലറുകൾക്ക് കുഴിയെടുത്തത് വിമർശനത്തിനിടയാക്കിയിരുന്നു. തുടർന്നാണ് കരാർ കമ്പനിയോട് അടിപ്പാതയുടെ പുതിയ രൂപരേഖ തയ്യാറാക്കാൻ നിർദ്ദേശിച്ചത്. ദേശീയപാതയിൽ ദിവസേന 50,000 വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്താണ് നിർദ്ദിഷ്ട അടിപ്പാത വരുന്നത്. സാധാരണ അടിപ്പാതകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വാഹനങ്ങൾക്ക് മുകളിലൂടെ കടന്നുപോകാൻ സൗകര്യമുള്ള വലിയ പാലമാണ് ആമ്പല്ലൂരിൽ സെന്ററിലൂടെ കടന്നുപോകുന്നത്. മണലി പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന അടിപ്പാത ആമ്പല്ലൂർ സെന്റർ കടന്ന് ശ്രീലക്ഷ്മി തിയേറ്ററിന് സമീപത്തായാണ് ദേശീയപാതയിൽ ചേരുന്നത്. 10 മാസത്തെ നിർമ്മാണ കാലാവധിയിലാണ് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ മണ്ണിന്റെ ബലക്ഷയം, രൂപരേഖ മാറ്റൽ തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലം തുടക്കത്തിലെ 2 മാസത്തിലേറെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്.